നത്തിങ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 6-ാം നാളിൽ ദൈവം ഗബ്രിയേൽ ദൂതന് നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ച് ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. ഒരു പെൺകുട്ടി കന്യകയായിരിക്കുമ്പോൾ മറ്റൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന വേളയിൽ അവളുടെ അടുത്ത് വന്ന് ദൈവദൂതൻ പറയുന്ന വാക്കുകളാണിത്. മാത്രമല്ല, അവൾക്ക് കല്യാണം പോലും ആയില്ല. ആ കല്യാണമാകാത്ത പെൺകുട്ടിയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുകയും പരിശുദ്ധാത്മാവ് നിറവിൽ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത്. അത് ഇമ്പോസിബിളായ, അസാധ്യമായ വിഷയങ്ങൾക്ക് നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. നമ്മെ സൃഷ്ടിച്ച, നമ്മെ വഴി നടത്തുന്ന, നമുക്കായി കരുതുന്ന നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് യിരെമ്യാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അന്ധമായ ദൈവത്തെ വിശ്വസിക്കുക. വിശ്വാസം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മുടെ വിടുതലിൻ്റെ ആഴം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരുപക്ഷെ ദുഃഖത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ പ്രതികൂലത്തിൻ്റെയോ ഒക്കെ ഒരു പ്രത്യേക മണ്ഡലത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ അവയെല്ലാം മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, എനിക്കൊരു പരിവർത്തനം നൽകാൻ ദൈവത്തിന് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ദൈവം മാറ്റും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിനക്കായി ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ബൈബിളിൽ പലയിടങ്ങളിലും ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരോ ഇറങ്ങി വന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ പ്രയാസപ്പെട്ടിരിക്കുന്ന, ആകുലപ്പെട്ടിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിങ്ങളുടെ അടുക്കിലേക്ക് ആശ്വാസവചനവുമായി ദൈവത്തിലെത്താൻ സെക്കൻഡുകൾ മതി. നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, നിൻ്റെ ചിന്തകൾക്കപ്പുറം ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. വലിയ വിടുതലുകൾ അയക്കും. പരീക്ഷയെ ഭയപ്പെടുന്ന കുട്ടിക്ക് പരീക്ഷയിൽ അൾട്ടിമേറ്റ് വിജയം നൽകി വലിയ മണ്ഡലത്തിലെത്തിക്കാൻ ദൈവം കഴിയും. കുടുംബജീവിതത്തിൽ പ്രയാസപ്പെടുന്ന വ്യക്തിക്ക് ആ കുടുംബജീവിതത്തെ ശൂന്യതകൾ മാറ്റി നിറവുള്ളതാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന്, എൻ്റെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ.